ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ റോസ് പ്ലാന്റിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് പൂക്കൾ ഉണ്ടായതെന്നും അതേപോലെ റോസ് കട്ടിങ്ങിനെ കുറിച്ച് കൂടിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ശരിയായ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ ഒത്തിരി കരിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ പൂക്കൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇത് അത്യാവശ്യം വാടി വരുന്ന പൂവാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു നോഡല്ല, രണ്ടാമത്തെ നോഡിൻ്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് നോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ മുളകൾ വന്ന് നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ്. പിന്നെ ഈ റോസ് ചെടീൻ്റെ ചില ഇലകൾക്ക് ഉണ്ട് ചുരുളിച്ച പോലെ വരുന്നുണ്ട്, ചെറിയ രീതിയിൽ ഇല ചുരുണ്ട് വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫംഗിസൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാവും ഒരു സാഫാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാഫ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വരുന്ന ഇലകളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പുതിയ പുതിയ മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട്. ഈ പൂക്കളൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വന്ന പൂക്കളാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ആ ഭാഗത്ത് ഞാനിവിടെ മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡോ ഏതെങ്കിലും നമുക്ക് അവിടെ തേച്ച് കൊടുക്കണം. മുറിച്ചെടുത്ത് ആ കമ്പിൽ തേച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി എടുത്താൽ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഫംഗൽ ബാധകളോ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.